ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് അക്കാഡമി. സോ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടു അല്ലേ, നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ഔട്ട് ആയിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഒഫീഷ്യലി നമ്മുടെ സ്റ്റാഫ് നഴ്സിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. സോ അതിൽ കട്ട് ഓഫ് എത്രയാണ്, അതുകൂടാതെ ഇനി നമ്മുടെ ഭാവി എന്താണ്, അല്ലെങ്കിൽ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇനി PSCയുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ മൂവ്മെന്റ് ആണ് ഉണ്ടാവുക, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, നോക്കിക്കേ, ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അതായത് ദ ഫോളോയിങ് ഈസ് ദ ഷോർട്ട് ലിസ്റ്റ് കണ്ടെയ്നിങ് രജിസ്റ്റർ നമ്പേഴ്സ് ഓഫ് കാൻഡിഡേറ്റ്സ് who are found provisionally eligible to be called for interview subject to the verification of original documents അല്ലെ, subject to the verification of original documents for the selection of the post of staff nurse grade 2. നോക്കിക്കേ, ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. ഒന്ന്, ഇനി നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എന്തായിരുന്നു, നമ്മുടെ PSCയുടെ എക്സാമിനേഷൻ കഴിഞ്ഞു അല്ലേ, അതിനുശേഷം ഒഫീഷ്യൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തു. പിന്നെ നമുക്ക് എന്തെങ്കിലും അതായത് ആദ്യം പ്രൊഫഷണൽ ആൻസർ കീ ആയിരുന്നു പബ്ലിഷ് ചെയ്തത്, പിന്നെ നമ്മുടെ കറക്ഷൻസ് സജഷൻസ് ഒക്കെ നമ്മൾ കൊടുത്തു, അതിനുശേഷം ഒരു ഫൈനൽ ആയിട്ടുള്ള ആൻസർ കീ പബ്ലിഷ് ചെയ്തു. നെക്സ്റ്റ് വന്നത് നമുക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നു, അതിനുശേഷം നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തു അല്ലെ. സോ PSC ചെയ്തത്, നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സിന്റെ ആധികാരികത ഉറപ്പിച്ചു, അത് കറക്റ്റ് ആണോ, അത് നമ്മുടെ പോസ്റ്റുമായിട്ടൊക്കെ എലിജിബിൾ ആയിട്ട് പോകുന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ നെക്സ്റ്റ് കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിരിക്കും കേട്ടോ. അതായത് ഒറിജിനൽ ഡോക്യുമെന്റ്സ് നമ്മൾ PSC ഓഫീസിൽ പോയിട്ട് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രൊസീജിയർ ആയിട്ട് വരിക. സോ കാൻഡിഡേറ്റ്സ് കുറെ ആൾക്കാർക്കൊക്കെ ഓൾറെഡി OTP സർട്ടിഫിക്കറ്റ് അല്ലെ, വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. സോ അവർക്ക് മിക്കവാറും, അതായത് പുതുതായിട്ട് സർട്ടിഫിക്കറ്റ്സിന്റെ ഒന്നും അഡീഷൻ ഇല്ല എങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവില്ല യൂഷ്വലി കേട്ടോ. അതല്ല, ഇതുവരെ വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും PSC ഓഫീസിൽ പോയി വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അത് PSC നിങ്ങളെ ഇൻഫോം ചെയ്യും, അതിന്റെ മുറയ്ക്കാണ് നിങ്ങളത് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഷോർട്ട് ലിസ്റ്റിന്റെ കൂടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇന്റർവ്യൂ ഉണ്ടാകും എന്നുള്ളത് കേട്ടോ. അത് നമുക്ക് യൂഷ്വലി ഇന്റർവ്യൂ ഉണ്ടാകേണ്ടതാണ് കേട്ടോ. അപ്പൊ നോക്കിയാൽ ഇന്റർവ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ എജ്യൂസ് അക്കാഡമിയുടെ സ്റ്റുഡൻസിന് നമ്മൾ ഫ്രീ ആയിട്ടുള്ള തന്നെ ഇന്റർവ്യൂ ഗൈഡൻസ് തരുന്നതായിരിക്കും. സോ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ക്ലാസ് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഷെയർ ചെയ്യും. സോ ആ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. സോ ദാറ്റ് നമ്മൾ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇന്റർവ്യൂ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം വരുന്നത്, ഞാൻ പറയാമേ, നോക്കിയേ, ഈ ഷോർട്ട് ലിസ്റ്റിൽ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് അല്ലെ, മെയിൻ ലിസ്റ്റ് വന്നിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 1805 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ സപ്ലിമെന്ററി ലിസ്റ്റ് 1840 ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ 12 ആണ് കേട്ടോ. അപ്പോൾ ടോട്ടല് 3657 പേരുടെ ലിസ്റ്റാണ് PSC പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഒരു കട്ട് ഓഫിന്റെ കാര്യങ്ങൾ എല്ലാവർക്കും ഒരു നാൾ വരെ അധികം ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് കട്ട് ഓഫ്. നോക്കി, ഇവിടെ കട്ട് ഓഫ് പറഞ്ഞിരിക്കുന്നത് 39.67 അല്ലെ. നമ്മൾ ആ ഒരു എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ആൻസർ കീ ഒക്കെ വന്നു, അതിനുശേഷം ഒരു സർവേ ഒക്കെ എടുത്തിരുന്നു അല്ലേ, നിങ്ങളുടെ മാർക്സിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. സോ വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ സ്റ്റുഡൻസും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. സോ അതിന് പ്രകാരം നമ്മളെ ഒരു പ്രൊഡിക്ഷൻ ഒക്കെ നടത്തിയിരുന്നു. നമ്മൾ പ്രൊഡിക്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു നിയർലി ഒരു 40 മാർക്സ് ആണ് അല്ലെ, 40 മാർക്സ് ആണ് കട്ട് ഓഫ് ആയിട്ട് നമ്മൾ പ്രൊഡിക്ട് ചെയ്തത്. സോ നിയർലി ആ ഒരു 39.67 എന്ന് പറയുന്ന കട്ട് ഓഫ് ആണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റേജ് ഞാൻ പറഞ്ഞല്ലോ, ഇന്റർവ്യൂ ആയിരിക്കും. സോ ഇന്റർവ്യൂവിൽ യൂഷ്വലി എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാലും അത് വളരെ ആഡ് ഓൺ ആണ്. കാരണം ഈ പ്രീവിയസ് ഇതിന് മുന്നേ ഉള്ള റാങ്ക് ലിസ്റ്റ് ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 0.33 മാർക്കിൽ തന്നെ ഒരുപാട് റാങ്ക് മാറി മറിയുന്ന ഒരു കാര്യമാണ് വരിക കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂവിൽ ലഭിക്കുന്ന ഓരോ മാർക്കും വളരെ വിലപ്പെട്ടതാണ്. സോ ഇതുവരെ നമ്മൾ ചെയ്തു അല്ലെ, നമ്മൾ എക്സാം എഴുതി അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വരെ വന്നിട്ടുണ്ട്. സോ ആ ഷോർട്ട് ലിസ്റ്റ് വരെ വന്ന കാര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല അല്ലെ, എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അത് വളരെ നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് യൂഷ്വലി ഇന്റർവ്യൂ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഷോർട്ട് ലിസ്റ്റിലൂടെ നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത്. സോ ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ ഒരു മാർക്ക് കൂടുതൽ മേടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ റാങ്ക് ഒരുപാട് മുകളിലേക്ക് വരും കേട്ടോ. അപ്പം ഇന്റർവ്യൂ വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതിനുവേണ്ടി ഞാൻ പറഞ്ഞല്ലോ, അതിനുവേണ്ടിയുള്ള എല്ലാ ഗൈഡൻസും എജ്യൂസ് അക്കാഡമിയുടെ സ്റ്റുഡൻസിന് നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ക്ലാസ് ബാച്ചിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന, ക്ലാസ് ഗ്രൂപ്പുകളിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ഗൂഗിൾ ഫോം നിങ്ങൾ നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യുക. ഞങ്ങൾ നിങ്ങളെ പുതിയൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അതിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് തരിക. സോ നിങ്ങൾ വളരെ അധികം കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടി പഠിച്ച ഒരു എക്സാം ആയിരുന്നു DME സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷൻ. നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കൊക്കെ ശരിക്കും പേ ഓഫ്
ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിലൂടെ. അപ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതുകൂടാതെ തന്നെ ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയാത്ത കുറച്ച് കുട്ടികൾ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. കാരണം എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആയിരിക്കില്ലല്ലേ. ആ ഒരു എക്സാമിന് ഡേയിൽ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണും. നമ്മൾ വിചാരിച്ച പോലെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊന്നും പോയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യവും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയണം എന്നില്ല. അങ്ങനെയുള്ളവർ നെക്സ്റ്റ് ഇനി നമുക്ക് എക്സാമിനേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി വളരെ ഹാർഡായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഭാഗ്യം വരുമ്പോൾ കിട്ടുമെന്ന് നിങ്ങൾ പറയാതെ, നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചിരിക്കാതെ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഇനി നെക്സ്റ്റ് ഒരു എക്സാം വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനും നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാനായിട്ടും കഴിയും കേട്ടോ. അപ്പം ഈ റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും വൺസ് അഗൈൻ കൺഗ്രാജുലേഷൻസ്. അതുപോലെ കുറച്ച് പേരൊക്കെ മിസ്സായിട്ടുണ്ടാവും. അവർക്ക് ഇനി നന്നായിട്ട് പഠിച്ച് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോലി ലഭിക്കാനുള്ള എല്ലാ ഭാഗ്യവും ദൈവം തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, സോ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.